ഹലോ ഫ്രണ്ട്സ്, ഒട്ടിപ്പിടിക്കുന്ന ധാരാളം വസ്തുക്കൾ നമ്മുടെ ലോകത്തുണ്ടല്ലേ. ബബിൾഗം, ഇൻഷുറൻസ് ഏജന്റ്, എക്സ് ബോയ് ഫ്രണ്ട് എന്നിങ്ങനെ നീളുന്നു ആ ഒട്ടിപ്പിടിക്കുന്ന വസ്തുക്കളുടെ നിരയല്ലേ. മിക്ക ആളുകൾക്കും ഇതുപോലെ അവരുടെ ഇഷ്ടമോ താല്പര്യമോ കണക്കാക്കാതെ ഒട്ടിപ്പിടിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വസ്തുക്കളെ അകറ്റി നിർത്താനാണ് ഇഷ്ടം. എന്നാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തുവിന്റെ പേര് കേട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടക്കേട് തോന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുട്ടിക്കാലത്തെ ധാരാളം ഓർമ്മകൾ ആ പേര് കേൾക്കുന്ന വഴി നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. കാന്തം അഥവാ മാഗ്നറ്റ് എന്നാണ് ആ വസ്തുവിന്റെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി ടിവിയിൽ നമ്മൾ പറയുന്നത് ഫാക്ടറിയിൽ കാന്തം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഫാക്ടറി ടിവി നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോയിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സമയം പഴക്കാതെ വീഡിയോ കണ്ടു തുടങ്ങാം അല്ലേ. കുട്ടിക്കാലത്ത് കാന്തം ഉപയോഗിച്ച് കളിക്കാത്ത ആരും ഉണ്ടാവില്ല. പല ആകൃതിയിലുള്ള മാഗ്നറ്റുകൾ ഉപയോഗിച്ച് കളിച്ചിരുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇങ്ങനെ കാണുന്ന ആകൃതിയിലുള്ള കാന്തം കയ്യിലൊക്കെ വെച്ച് ഷോ ഓഫ് ചെയ്തിരുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും അല്ലേ എന്ന് ഉറപ്പാണ്. എന്നാൽ കാന്തം ഉപയോഗിച്ച് കളിച്ചിരുന്നപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഈ കാന്തം എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നതെന്ന്? ചിന്തിച്ചിട്ടില്ല അല്ലെ? എങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. ഫാക്ടറിയിൽ കാന്തം അഥവാ മാഗ്നറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാന്തം അഥവാ മാഗ്നറ്റ് നിർമ്മിക്കുന്നത് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകൾ ആണുള്ളത്. മോൾഡ് മേക്കിംഗ്, മെൽറ്റിംഗ്, മോൾഡിംഗ് ആൻഡ് കൂളിംഗ്, ഡീമോൾഡിംഗ് ആൻഡ് ഫിനിഷിംഗ്, മാഗ്നറ്റൈസേഷൻ എന്നിവയാണ് ആ 5 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കാന്തം നിർമ്മിക്കുന്നതിന്റെ ആദ്യ ഘട്ടം അറിയപ്പെടുന്നത് മോൾഡ് മേക്കിംഗ് എന്നാണ്. ഈ ഘട്ടത്തിലാണ് കാന്തം നിർമ്മിക്കുവാനുള്ള മോൾഡ് അഥവാ അച്ചുകൾ നിർമ്മിക്കുന്നത്. അച്ചുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മണലാണ്. മോൾഡ് നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേകതരം ട്രേയിൽ മണൽ നിറച്ച ശേഷം അധികമുള്ള മണൽ നീക്കം ചെയ്ത് ട്രേയുടെ പ്രതലം നിരപ്പുള്ളതാക്കുന്നു. അതിനുശേഷം ഒരു പ്രത്യേകതരം മെഷീന്റെ സഹായത്തോടെ ട്രേയിൽ നിറച്ച മണലിനെ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ച് മർദ്ദം ചെലുത്തി കട്ടിയുള്ള മോൾഡ് അഥവാ അച്ചാക്കി മാറ്റിയെടുക്കുന്നു. അത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ മോൾഡുകൾ നല്ല ബലമുള്ളവയായിരിക്കും. അത്രയും ബലമുള്ള മോൾഡുകൾ തയ്യാറാക്കാൻ മണലിന് മുകളിൽ എത്ര മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. നിമിഷ നേരം കൊണ്ട് മണലിനെ കട്ട പോലെ ഉറപ്പുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 10,000 PSI മുതൽ 15,000 PSI വരെ മർദ്ദമാണ്. നീളവും വീതിയും ഒക്കെ അളക്കാൻ വിവിധ യൂണിറ്റുകൾ ഉള്ളതുപോലെ മർദ്ദം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് PSI അഥവാ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. ഒരു PSI എന്ന് പറയുന്നത് 6895 പാസ്കലിന് തുല്യമാണ്. അപ്പോൾ 10,000 PSI എന്ന് പറയുന്നത് എത്രത്തോളം ഉയർന്ന മർദ്ദമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും മർദ്ദം നിങ്ങളുടെ കയ്യിലാണ് വന്ന് പതിക്കുന്നത്. എങ്കിൽ എന്തോ അവസ്ഥയിൽ അങ്ങനെയൊക്കെ വന്ന് പതിച്ചാല് കൈ ചിന്നി ചിതറി പോകുമെന്ന് മാത്രമല്ല, ശരീരത്തിലൂടെ എവിടെയൊക്കെ കൂടി രക്തം ഒഴുകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മോൾഡ് നിർമ്മിച്ചതിന് ശേഷമുള്ള അടുത്ത ഘട്ടം, അതായത് രണ്ടാമത്തെ ഘട്ടമാണ് മെൽറ്റിംഗ്. വിവിധ ആകൃതിയിലുള്ള കാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മോൾഡുകൾ തയ്യാറായി കഴിഞ്ഞാൽ ആ മോൾഡുകളിൽ കാന്തം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ലോഹ മിശ്രിതം തയ്യാറാക്കുന്ന ഘട്ടമാണിത്. കാന്തം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് കോപ്പർ, കൊബാൾട്ട്, സൾഫർ, നിക്കൽ, അയൺ, അലുമിനിയം, ടൈറ്റാനിയം എന്നിവ. ഈ ലോഹങ്ങളെല്ലാം ഉരുക്കി ഒന്നാക്കിയാണ് കാന്തം നിർമ്മിക്കുന്നതിനുള്ള തിളച്ചൊരുക്കിയ ദ്രാവക മിശ്രിതം തയ്യാറാക്കുന്നത്. ഈ ലോഹങ്ങളെല്ലാം ഒരു ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ ഫർണസിൽ നിറച്ച ശേഷം 1600 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ഈ ലോഹങ്ങളെല്ലാം ഉരുക്കിയെടുക്കുന്നത്. അടുക്കളയിൽ അമ്മ കരി ഇളക്കുന്നത് പോലെ അയാൾ ഇളക്കുന്ന തിളച്ചൊരുക്കിയ ലോക മിശ്രിതമാണ് കേട്ടോ. ആ ഉരുകിയ ലോക മിശ്രിതത്തിലേക്ക് നിങ്ങൾ അബദ്ധത്തിൽ എങ്ങാനും വീണാൽ ഉറപ്പാണ് നിങ്ങൾ ഉറപ്പായിട്ടും ജീവനില്ലാത്ത അയൺമാനായി പോകും. അടുത്ത ഘട്ടമാണ് മോൾഡിംഗ് ആൻഡ് കൂളിംഗ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഉരുകിയ ലോക മിശ്രിതം മോൾഡുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഈ ഘട്ടത്തിൽ ആദ്യം നടക്കുന്നത്. മണൽ കൊണ്ട് നിർമ്മിച്ച മോൾഡുകളിലേക്ക് ലോക മിശ്രിതം നിറയ്ക്കുകയും അതിനുശേഷം അവ നന്നായിട്ട് തണുത്ത് ഉറഞ്ഞ് കട്ടിയുള്ള ഒരു ഖരരൂപമായിട്ട് മാറുന്നത് വരെ അതിനെ തണുപ്പിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ഘട്ടമാണ് അടുത്തത്. ഡീമോൾഡിംഗ് ആൻഡ് ഫിനിഷിംഗ് എന്നാണ് ഈ ഘട്ടം അറിയപ്പെടുന്നത്. നമുക്ക് ആവശ്യമുള്ള ആകൃതിയിലുള്ള ലോഹരൂപം തയ്യാറാക്കി തണുപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നാം കാന്തം നിർമ്മിക്കുന്നതിനുള്ള അവസാന ഘട്ടത്തിന്റെ സമീപത്തേക്ക് എത്തും. നന്നായിട്ട് തണുപ്പിച്ച ശേഷം മോൾഡുകൾ തകർത്ത് അതിൽ നിന്ന് കാന്തത്തിന് ആവശ്യമായിട്ടുള്ള ഭാഗം വേർതിരിച്ചെടുക്കുന്നു. ഫാക്ടറിയിലെ ജീവനക്കാര് വലിയ ചുറ്റിക ഉപയോഗിച്ചിട്ടാണ് ആ മണൽ നിർമ്മിത മോൾഡുകൾ തല്ലി തകർത്ത് ലോകഭാഗങ്ങളൊക്കെ പുറത്തെടുക്കുന്നത്. മോൾഡുകൾ തകർത്തതിന് ശേഷം അനാവശ്യ വസ്തുക്കൾ ഒഴിവാക്കി കാന്തം നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചെടുത്ത ലോഹരൂപങ്ങൾ മാത്രം ശേഖരിക്കുന്നു. ആ സമയം ലോഹരൂപങ്ങൾക്ക് കാന്തത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഗുണങ്ങളും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഒരു ലോക വസ്തുവിനെയും ആകർഷിക്കാനുള്ള കഴിവ് അതിനുണ്ടാവില്ല. പുറത്തെടുത്ത ലോഹരൂപങ്ങളെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് ഫിനിഷിംഗുള്ള രൂപങ്ങളായിട്ട് മാറ്റിയ ശേഷം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. മാഗ്നറ്റൈസേഷൻ എന്നാണ് കാന്തം നിർമ്മിക്കുന്ന പ്രക്രിയയുടെ അവസാന ഘട്ടം അറിയുന്നത്. മോൾഡുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലോഹരൂപങ്ങൾക്ക് കാന്തത്തിന്റെ ഗുണങ്ങൾ നൽകുന്ന ഘട്ടമാണിത്. അതിനുവേണ്ടി നിർമ്മിച്ചെടുത്ത ലോഹരൂപം ഒരു പ്രത്യേകതരം മെഷീനിന്റെ മുകളിൽ വെക്കുന്നു. മെഷീന്റെ നോർത്ത് സൗത്ത് പോളുകളുമായിട്ട് ചേർത്ത് വെക്കുന്ന ലോഹരൂപത്തിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുകയും അതിലൂടെ ആ ലോഹരൂപം ഒരു കാന്തമായിട്ട് മാറുകയും ചെയ്യുന്നു. അതോടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന കാന്തത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. ഇത്രയേറെ പ്രോസസ്സുകളിലൂടെ കടന്നുപോയിട്ടാണ് ഏതൊരു ലോഹവസ്തുവിനെ ആകർഷിക്കുവാൻ ശേഷിയുള്ള കാന്തം നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിനെ ആകർഷിക്കാൻ കഴിവുണ്ടാകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ എന്തിനേയും ആകർഷിക്കാൻ കഴിയും കേട്ടോ.
അപ്പോൾ എങ്ങനെയാണ് കാന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്? ഇനി നിങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ ഒരു കാന്തോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നിർമ്മിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുതരാം കേട്ടോ ഞാൻ. പക്ഷേ അതിനു മുന്നേ കാന്തം നിർമ്മിക്കുന്ന പ്രോസസ്സിനെ കുറിച്ചുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഒരു ഇരുമ്പാണിയെ എങ്ങനെ ഒരു വൈദ്യുത കാന്തമാക്കി മാറ്റാനുള്ള വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പരീക്ഷണം വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുവാൻ സാധിക്കും കേട്ടോ. ഈ പരീക്ഷണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു വലിയ ടോർച്ച് സെല്ലാണ്. അടുത്തായിട്ട് വേണ്ടത് 3 ഇഞ്ച് നീളമുള്ള ഒരു ഇരുമ്പാണിയാണ്. ഇനി വേണ്ടത് ഒരു കോപ്പർ വയറാണ്. പിന്നെ മൊട്ട് സൂചിയും സ്റ്റേപ്ലെയർ പിന്നും കൂടി എടുത്താൽ എല്ലാമായി. ഇനി വെറും 3 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഒരു വൈദ്യുത കാന്തം നിർമ്മിക്കാനായിട്ട് പറ്റും. നമുക്ക് തുടങ്ങാം. സ്റ്റെപ്പ് 1, 3 ഇഞ്ച് നീളമുള്ള നമ്മുടെ ഇരുമ്പാണി എടുത്തതിന് ശേഷം അതിന് മുകളിലൂടെ കോപ്പർ വയർ ഒരു സ്പ്രിംഗ് പോലെ ചുറ്റിയെടുക്കാം. വയറിന്റെ ഇൻസുലേഷൻ കളയാതെ വേണം ആണിയുടെ ചുറ്റും ചുറ്റേണ്ടത്. സ്റ്റെപ്പ് 2, ആംഗിൾ വയർ ചുറ്റിയതിനു ശേഷം വയറിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഇൻസുലേഷൻ നീക്കം ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൈ മുറിയാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി സ്റ്റെപ്പ് 3 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇൻസുലേഷൻ നീക്കിയ വയറിന്റെ അഗ്രങ്ങളിൽ നിന്ന് ഒരു ടോർച്ച് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിനും അടുത്ത അഗ്രം നെഗറ്റീവ് ടെർമിനലിനും കണക്ട് ചെയ്യുക. അതോടെ വയറിലൂടെ വൈദ്യുതി ഒഴുകാൻ തുടങ്ങുകയും ആ വൈദ്യുതി പ്രവാഹം മൂലം ഇരുമ്പാണി ഒരു വൈദ്യുത കാന്തമായി മാറുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ടോർച്ച് സെല്ലിന്റെ ടെർമിനലുകളിൽ നിന്നും വയർ ഇളകി പോകാതെ വയർ ചുറ്റിയെടുത്ത ഇരുമ്പാണി നിങ്ങൾ സ്റ്റാപ്ലെയർ പിന്നുകളുടെ മൊട്ട് സൂചികളുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുക. ഇരുമ്പാണിയിൽ അവ പറ്റിപ്പിടിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണെന്നോ? ഇരുമ്പാണി ഒരു കാന്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നിങ്ങളൊരു സയന്റിസ്റ്റ് ആണെന്ന് ഒരു ഫീൽ തോന്നുന്നുണ്ടല്ലേ? എന്തായാലും ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഇനി സ്കൂളിലോ കോളേജിലോ നിങ്ങൾ ഈ പരീക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയാൻ മടിക്കണ്ട. അപ്പോൾ ഇതായിരുന്നു കാന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.